അപ്പം ടാങ്കുകളുടെ എല്ലാം ഇവിടെ സെറ്റാണ്. അപ്പം നമുക്ക് അപ്പോൾ സംഭവം അത് കണ്ടിട്ട് കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു നമ്മുടെ ചാനൽ ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജോയൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെബഡ്സ് നേച്ചർ. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നേക്ക് ഏകദേശം 5 മാസത്തിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4 വർഷമായി. 4 വർഷത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാത്തത്. അപ്പോൾ അത് കണ്ട് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു കെബഡ്സ് നേച്ചർ ചാനൽ നിർത്തിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനൽ നിർത്തിയൊന്നുമല്ല, കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാനും കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ ചാനലിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 മാസത്തിൽ നമ്മളിവിടെ എന്തൊക്കെ ചെയ്തെന്നുള്ളത് കാണിക്കാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ വരുമെന്ന് പറഞ്ഞ വീഡിയോസിൻ്റെ കാര്യം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് കൂടുതലൊന്നും പറയാണ്ട് നമ്മൾ എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ ചെയ്തതെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ 5 മാസം നമ്മൾ ഇട്ട വീഡിയോ ആയിരുന്നു കേട്ടോ റീച്ച് ആയത്. ഫുൾ വീഡിയോ ആയിരുന്നു റീച്ച് ആയത്. അതിന് ഏകദേശം 1K അടുപ്പിച്ച് വ്യൂസാണ് നമ്മൾ അവിടെ ചെയ്ത ഒരു സംഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതും നമ്മുടെ ചാനലിൽ കാണിക്കത്തില്ലായിരുന്നു. അതായിരുന്നു നമ്മുടെ കറക്റ്റ് കണ്ടന്റ് അല്ലായിരുന്നു. പക്ഷേ നമ്മുടെ മീനുകളുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതായിരുന്നു അത്. ഒരു ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതിന് മുമ്പ് കഴിഞ്ഞ മാസം നമ്മളിട്ട, അതായത് കഴിഞ്ഞ 5 മാസം മുമ്പ് നമ്മളിട്ട വീഡിയോയ്ക്കകത്ത് ഈ ഒരു ടാങ്കിൻ്റെ അകത്ത് നമ്മുടെ മീനുകൾ, അതായത് നമ്മുടെ കോഴിക്കാർപ്പും തിലോപ്പിയും അങ്ങനെയുള്ള മീനുകളൊക്കെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ അകത്ത് ഗപ്പി മാത്രമേ ഉള്ളൂ. അപ്പം പുതിയ ടാങ്കായിരുന്നു. ഇപ്പോൾ ഇത് പഴയ ടാങ്കായി. ഇവിടെ നമ്മുടെ ടർപ്പൊക്കെ ഇച്ചിരി കീറിയിട്ടുണ്ട്. അപ്പം ഇനി ഈ ഒരു ടാങ്ക് നമുക്കിനി മാറ്റി ഇവിടെ വേറെ ഒരു അത്യാവശ്യം നല്ലൊരു ടാങ്ക് പണിയണം. കഴിഞ്ഞ 5 മാസം മുമ്പ് നമ്മളിട്ട വീഡിയോയ്ക്കകത്ത് ഇവിടെ നമ്മുടെ ടാങ്ക് ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നമ്മുടെ ഓസ്കാറിൻ്റെ ഒക്കെ ടാങ്ക് ഉണ്ടായിരുന്നു. ഇപ്പം എന്തേ അവിടെ ഓസ്കാറിൻ്റെ ടാങ്കിൽ ഇവിടെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നതാണ്. അത് രണ്ടാമത്തെ ചാനലായിരിക്കും, നമ്മുടെ വ്ളോഗ് ചെയ്യുന്ന ചാനലിലായിരിക്കും അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മീനിൻ്റെ അതുപോലുള്ള സംഭവങ്ങളെല്ലാം ഈ ചാനലിലും വ്ളോഗെല്ലാം നമ്മുടെ ആ ചാനലിലും ആയിരിക്കും വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം ആ ഒരു ചാനലിലായിരിക്കും വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 5 മാസത്തിൽ നമ്മൾ പുതിയ മീനെ മേടിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേടിച്ചു. വലിയ അപ്ഡേഷൻ ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ചെയ്തുമില്ല. അപ്പം നമുക്ക് എക്സാം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമായിരുന്നു നമ്മളങ്ങനെ ചെയ്യാൻ. പക്ഷേ ഇനിയിപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. നമ്മുടെ ഇതും സെറ്റപ്പും തന്നെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകും. അങ്ങോട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ടൊരു പ്ലാനുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ഈ ഒരു ടാങ്ക് ഇനിയിപ്പം നമുക്ക് റെനോവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കിയിട്ട് ചെയ്യണം. അപ്പം ഇതിൻ്റെ അത് ഗപ്പിയാണ്. അത് നമ്മൾ വളർത്താനിട്ടേക്കുന്നതാണ്. നമ്മുടെ മോൺസ്റ്റേഴ്സിനെ ഫീഡ് ചെയ്യാനിട്ടേക്കുന്നതാണ്. അപ്പം നമ്മുടെ മോൺസ്റ്റേഴ്സൊക്കെ ഇതിൻ്റെ, അപ്പം നമ്മുടെ മോൺസ്റ്റർ ഫിഷിൻ്റെ ഈ ഒരു ഇതിൻ്റെ അകത്താണ്. അപ്പം കഴിഞ്ഞ 5 മാസം ഇട്ട വീഡിയോയ്ക്കകത്തൊക്കെ ഇവിടെ വാതിലുണ്ട്. ഇപ്പം ആ വാതിലൊക്കെ മൊത്തം ഇളകിപ്പോയി. സംഭവം അന്നും നല്ല മഴയും കാറ്റും ഒക്കെ വന്നപ്പോഴത്തേക്കും പോയതാണ് ഇതിൻ്റെ ഈ ഒരു വാതിൽ. ആ വാതിൽ ഭയങ്കരമായിട്ട് ലൂസായിട്ടിരിക്കുമായിരുന്നു. കാറ്റും ഒക്കെ വന്നപ്പോഴത്തേക്കും ഈ വാതിൽ പതുക്കെ അങ്ങോട്ട് പോയി കേട്ടോ. ഇങ്ങനെ മറിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പം നമുക്ക് സിമെൻ്റൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ ഈ വാതിലും കൂടെ ഇനിയിപ്പോൾ വെക്കണം. അപ്പം ഇതിൻ്റെ അകത്താണ് ഇപ്പം നമ്മൾ നമ്മുടെ മീനൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ അതെ വെട്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അയച്ചിട്ട് നമ്മുടെ ട്രൈപ്പോഡ് ഒന്നും ഇങ്ങോട്ട് മാറ്റി വിടണം. അപ്പം ഇത് കണ്ടതേ ഇതിൻ്റെ അകത്തായിരുന്നു നമ്മൾ ടാങ്ക് ഇട്ടത്. അതായത് ഇതിൻ്റെ ഈ ഒരു ഇത് ഷെഡ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടും ബോറായിട്ട്, അതിപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ സൈഡിൽ കാണിച്ചു തരാം. അപ്പം ഭയങ്കരമായിട്ടും ബോറായിട്ട് കാണുന്ന ഷെഡ് നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തു. അതിപ്പം നമുക്കിതിപ്പം തൽക്കാലം ഓഫ് ചെയ്യാം. സോറി, അപ്പം നമ്മുടെ ഫിൽറ്റർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ അകത്താണ് നമ്മൾ നമ്മുടെ ഷവൽ നോസിനെ ഇട്ടേക്കുന്നത്. നമ്മൾ ഷവൽ നോസിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ അവിടെ കിടപ്പുണ്ട്. അവൻ മേടിച്ചപ്പോൾ ഇതിലും സൈസ് ചെറുതായിരുന്നു. ഇപ്പം നമ്മൾ അളവ് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം അവന് 10 ഇഞ്ചുണ്ട്. നമ്മൾ മേടിച്ചെന്ന് പറഞ്ഞ സമയത്ത് എത്രയായിരുന്നു, 7 ഇഞ്ച് അങ്ങാണ്ട് അടുപ്പിച്ചേ ഉള്ളായിരുന്നു. അപ്പം സൈസ് അത്യാവശ്യം വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിവിടെ ഒരു അക്വേറിയം ഉണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന മോൺസ്റ്ററിനെ ഇതിൻ്റെ അകത്താണ് കീപ്പ് ചെയ്തത്. അവന് ഇച്ചിരി സൈസായപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തുനിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടാണ്. അപ്പം ഇപ്പം ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കോഴിക്കാർപ്പും 2-3 ഗപ്പി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ ഓസ്കാറിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ 5 മാസം മുമ്പ് ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഓസ്കാർ ഡെഡായി പോയിട്ട് രണ്ടും പെട്ടെന്ന് എന്നാന്ന് അറിയത്തില്ല, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എന്തോ പ്രശ്നം വന്നിട്ട് രണ്ടും പെട്ടെന്ന് നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്കും രണ്ടും ഡെഡായി കിടക്കുന്ന ആണ് നമ്മൾ കണ്ടത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഒരു മോൺസ്റ്റർ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന മോൺസ്റ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ടാങ്ക് ഇട്ടേക്കുന്ന ഗപ്പീസ്. ആ ഒരു ടാങ്ക് നമ്മൾ ഒരിടത്തുനിന്ന് പോയി പിടിച്ച ഒരു മീനാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ
അതങ്ങോട്ട് മാറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തെ മീനെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന നമ്മൾ അലിഗേറ്ററാണ് കേട്ടോ. അപ്പം അവനും അത്യാവശ്യം തന്നെ സൈസ് വെച്ചാണ്. ഇനിയിപ്പോൾ അലിഗേറ്ററിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചാണോ എന്ന് അറിയത്തില്ല. അവന് അത്ര കളറില്ല. അവനൊരു ബ്ലാക്ക് കളറ് വന്നിട്ടില്ല ഇതുവരെ. വേറെ ഒരു കളറാണ്, ഒരു വൈറ്റ് കളറാണ് അവന് കയറി വരുന്നത്. അപ്പം നമുക്കിനിയിപ്പം അവൻ്റെ ഈ ഒരു ടാങ്ക് നമുക്ക് പുറത്ത് വെക്കണം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ സംഭവം ഈ ഒരു ബിയർ കുപ്പിയൊക്കെ നമ്മൾ റോട്ടിൽ കിടന്ന കുപ്പിയൊക്കെ ഒരു ഡെക്കറേഷൻ, അതായത് ഇതിൽ നിന്ന് നമ്മളെ സംഭവം ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ രണ്ടാമത്തെ ചാനലായിരിക്കും വേണ്ടത്. അപ്പോൾ അതിന് ആവശ്യമുള്ളതാണ് കുപ്പിയൊക്കെ. അപ്പം ഇത് കണ്ടതേ, ഇവിടെയാണ് നമ്മുടെ മീനുകൾ. ഇതിൻ്റെ അകത്താണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് തിലോപ്പിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇവൻ തിന്നു കൊടുത്തു. ഷവൽനോസ് അതൊക്കെ കുറേ തിന്നു. അപ്പം ഷവൽനോസിൻ്റെ സ്വഭാവം നമുക്കറിയാം. പെട്ടെന്ന് ഒരു മീൻ ഇട്ട് തന്നെ അവൻ സ്ട്രൈക്ക് ചെയ്യും. അവനിപ്പോൾ അത്യാവശ്യം ഇണങ്ങി വന്നില്ല. അലിഗേറ്റർ ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ അടുത്ത് ഇണങ്ങി വന്നപ്പോൾ ഇന്ന് രാവിലെ ജസ്റ്റ് നമ്മൾ വെള്ളം മാറ്റിയിരുന്നു. വെള്ളം മാറ്റിയപ്പം അവൻ പേടിച്ചിട്ടുണ്ട്. ചെറുതായിട്ടേ വെള്ളം മാറ്റിയുള്ളൂ. ഫുള്ള് വെള്ളം നമ്മൾ മാറ്റിയില്ല. അടിയിലത്തെ വേസ്റ്റൊക്കെ ഒന്നെടുത്ത് കളഞ്ഞു. എന്നാലും വേസ്റ്റ് ഉണ്ട്. നമ്മൾ ഫുള്ളായിട്ട് അത്ര അങ്ങോട്ട് ക്ലീൻ ചെയ്യരുത്. ഇപ്പം തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറച്ചും കൂടെ ഉള്ളൂ. അതായത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് താഴെയൊക്കെ കാണത്തുള്ളൂ. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്നതേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മീനെ ആഡ് ചെയ്യണമെന്നാണ് ഞാൻ ഓർത്തത്. അപ്പം അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ടാങ്ക് നമ്മൾ ഈ ഒരു പടുത മാറ്റി ഇവിടെ നമ്മൾ സിമെൻറ്റ് ടാങ്ക് ആക്കാനാണ് ഇപ്പം പോയത്. നമ്മുടെ തിലോപ്പിയാണ് കേട്ടോ. തിലോപ്പിയ ആണ്. അപ്പോൾ അവൻ അത്യാവശ്യം അവന് ഇത്ര ഉള്ളായിരുന്നു. കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ കാണിക്കുമ്പോഴത്തേക്കും സംഭവം അവൻ ഇത്ര ഉള്ളായിരുന്നു. ഇപ്പോൾ അവൻ നല്ല സൈസായിട്ടുണ്ട്. അവനും ഗോയിക്കാർപ്പും നമ്മളെ ടിൻഫോയിൽ ആ തിളങ്ങുന്ന കാരണം ടിൻഫോയിൻ്റെയാണ്. അപ്പോൾ അവനൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ സൈസായിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫീഡ് ചെയ്ത് സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം അത് പോരാതെ ഇനിയും നമുക്ക് ഇതിൻ്റെ അകത്ത് മീനെ ആഡ് ചെയ്യണമെന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മീനെ ആഡ് ചെയ്യണം. അപ്പം ഇതിൻ്റെ അകത്ത് പറ്റിയൊരു മീൻ ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് റെഡ് ടൈൽ ഉണ്ടായിരുന്നു. 550 രൂപയാണ്. അപ്പം നമ്മൾ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാൻ. ഇപ്പം വിളിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ സൈസായിപ്പം അവൻ്റെയൊക്കെ സൈസായെന്നാണ് പറഞ്ഞത്. ഒരടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതിന് നല്ല റേറ്റ് ആവുമായിരിക്കും. അപ്പോൾ അതിലും കൂടെ കുറഞ്ഞൊരു സൈസ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് 750 രൂപയുടെ ഒരു 2-3 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ 2 എണ്ണത്തിനൊക്കെ മേടിച്ച് വളർത്തിയാലോ എന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു അക്വേറിയത്തിയൊക്കെ ഇട്ട് വളർത്തുകയോ അല്ലെങ്കിൽ വേറെ ടാങ്കൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് ചെയ്യാനാണ് ഓർത്തത്. ആദ്യം ഞാൻ ഓർത്ത് വലിയ സൈസുള്ള റെട്ടൈലിനെ മേടിക്കാമെന്ന്. അപ്പോൾ വലിയ സൈസ് ഉള്ള റെട്ടൈലിനെ മേടിച്ചിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിൽ ടാങ്കില്ല. വലിയ സൈസിലുള്ളതുകൊണ്ട്, പക്ഷേ അതൊക്കെ ഈ ഒരു ഷെവൽനോസിൻ്റെയിലും ഇതിലൊക്കെ സൈസുള്ളതാണ്. ഇതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഷെവൽനോസിന് വരെ ചിലപ്പം റെട്ടൈൽ തിന്നാനായിട്ടുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അപ്പം നമ്മൾ ഈ ഒരു ടാങ്ക് ഇച്ചിരിയും കൂടെ ഹൈറ്റ് കൂട്ടി സിമെൻ്റ് ഇട്ട് പടുത അല്ലാതെ ടർപ്പ അല്ലാതെ നമ്മൾ സിമെൻറ്റ് ടാങ്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡോറ് വെക്കുമ്പോഴത്തേക്കും സിമെൻറ്റ് മേടിക്കുമ്പോൾ ഇവിടെയും കൂടെ ചെയ്യാനുള്ള ഒരു പ്ലാൻ നമുക്കുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ വേണം ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അപ്പം നമുക്കിവിടെ ഇനിയിപ്പം നല്ല രീതിയിൽ തന്നെ ചെയ്യണം. ഇനിയിപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ട്രൈപോഡ് മേടിച്ചത്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അത്യാവശ്യമുള്ള ഷേക്കുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇനിയിപ്പം ഇതിൻ്റെ അകത്താണ് നമ്മുടെ മീൻ ഫുള്ള് ഇടാനായിട്ട് പോകുന്നത്. അലിഗേറ്ററും വേറെ എന്തെങ്കിലുമൊക്കെ മീൻ, അലിഗേറ്ററിൻ്റെ കൂടെ ഇടാൻ പറ്റിയ വേറെ എന്തെങ്കിലും മീനുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളത് മേടിക്കുന്നതായിരിക്കും. കോള് വന്നിട്ട് നമ്മുടെ വീഡിയോ കട്ടായിപ്പോയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടാങ്ക് ഇച്ചിരി കൂടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക. അതായത് ആ ഒരു ടാങ്ക് ഉണ്ട്, ആ ഒരു ടാങ്ക് നമ്മൾ മാറ്റാൻ പോകണം. ആ ടാങ്ക് എന്തായാലും നമുക്ക് വേണ്ട. അപ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടാങ്കിലത്തെ കുറച്ച് ഹോളോ ബ്രിക്സ് ഒക്കെ എടുത്ത് ഈ ഒരു ടാങ്ക് നമ്മൾ പുതിയൊരു സെറ്റാക്കിയുള്ള ഒരു ടാങ്ക് ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അതിൻ്റെ അകത്ത് ടാങ്ക് ഉണ്ടാക്കണം. ഇവിടെ അതായത് നമ്മുടെ സ്റ്റെപ്പിൻ്റെ അടിയിൽ ഉണ്ടാക്കാമെന്നാണ് ഓർത്തത്. പക്ഷേ നമ്മൾ ആ ഒരു ഷെഡ് പൊളിച്ചില്ലേ, ആ 5 മാസം മുമ്പിലിട്ട് ആ ഒരു ഫുൾ വീഡിയോയിലിട്ട ഷെഡ് പൊളിച്ചപ്പം ആ ഒരു പൊളിച്ച സാധനങ്ങൾ, അതായത് പലകകളൊക്കെ നമ്മൾ ഇവിടെയാണ് കൊണ്ട് വെച്ചത്. സംഭവങ്ങൾ ഫുള്ള് നമ്മളിവിടെ കൊണ്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആ ഒരു ടാങ്ക് ഉണ്ടാക്കാമെന്നുള്ള പ്ലാൻ നമ്മുടെ പാളിപ്പോയി കേട്ടോ. അതുകൊണ്ട് നമ്മളതങ്ങനെ കറക്റ്റായിട്ട് ചെയ്തുമില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇവിടെ നമുക്ക് ടാങ്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാണുന്ന ഷെഡിൽ തന്നെ ഉണ്ടാക്കാം. അത്യാവശ്യം സ്പേസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം 5 മാസത്തിന് ശേഷം നമ്മൾ വീഡിയോ ഇടുമ്പോൾ കുറച്ച് തെറ്റൊക്കെ കാണും. അതായത് നമ്മൾ ഇത്രയും നാളും വീഡിയോസൊന്നും എടുത്തില്ല, അതുകൊണ്ടായിരുന്നു. അപ്പം നമ്മുടെ രണ്ടാമത്തെ ചാനൽ തുടങ്ങിയിട്ട് അതിനും ഏകദേശം വീഡിയോ ഇടാനായിട്ട് പോലും 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അപ്പം സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും ഉണ്ട്. അപ്പം അതിൻ്റെ
നമ്മുടെ വ്ളോഗുകളായിട്ടുള്ള ട്രാവലും എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം അത് നമ്മുടെ രണ്ടാമത്തെ ചാനലിൻ്റെ ലിങ്ക് നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ആയിട്ട് പിൻ ചെയ്തേക്കാം. അപ്പം ഈ ഒരു ടാങ്ക് നമ്മൾ മാറ്റും. ഇന്നിനി പറ്റിയാൽ നാളെ നമ്മൾ ഈ ഒരു ടാങ്ക് മാറ്റും. അപ്പം അതിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നതാണ്. പുതിയ ടാങ്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലിൽ ചൊവ്വാഴ്ച വരുന്നതാണ് കേട്ടോ. അപ്പം അതും നമ്മളിനിയിപ്പം അപ്ലോഡ് ചെയ്യും. അപ്പം ഇപ്പം നിലവിൽ മോൺസ്റ്റർ ഫിഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ 2 ഉള്ളൂ. 2 മോൺസ്റ്റർ ഫിഷേ ഉള്ളൂ. അലിഗേറ്ററും ഷവൽനോസും മാത്രമേ ഉള്ളൂ. വേറെ മീനില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അക്വേറിയം ഇനിയിപ്പോൾ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കണം. നല്ല രീതിയിൽ തന്നെ ഇപ്പം മൊത്തം വേസ്റ്റ് അടിഞ്ഞു കൂടിയിരിക്കുവാണ്. എന്തായാലും ടാങ്ക് പണിയുമ്പോഴത്തേക്കും ഇച്ചിരിയും കൂടെ നമ്മളിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. നമ്മുടെ ഈ ഒരു ബ്രിക്ക് ഇരിക്കുന്ന വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരിക്കും പുതിയ നമ്മുടെ ടാങ്ക് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നിനിയിപ്പം പോയി സിമെൻറ്റ് നമുക്ക് എടുക്കണം. അപ്പം അതുകൊണ്ട് നമ്മളൊരു ഇച്ചിരിയും കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച ഒരു ഫിൽറ്റർ. ഇത് 4 ആണ്. 4 ഔട്ടുണ്ട് ഇതിന്. ഏകദേശം 850 രൂപയായി കേട്ടോ. 850 രൂപയായിരുന്നു ഇതിൻ്റെ വില. അത്യാവശ്യം നല്ലൊരു സാധനമാണ്. പിന്നെ ഇത് നേരത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ് ഈ അക്വേറിയം പൈപ്പ്. പിന്നെ നമ്മൾ അവിടെ വെക്കുന്ന ഒരു എയർ പമ്പല്ല, എയർ സിലിണ്ടറിൽ ഇതിനെ ശരിക്കുള്ള പേര് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എയറേഷൻ നമ്മൾ 2 ഒരു റോക്ക് പോലെ ഇരിക്കുന്നതും ഒരു നീളത്തിൽ ഇരിക്കുന്നതാണ് നമ്മൾ ശരിക്കും മേടിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടിനും കൂടെ 80 രൂപ അടുപ്പിച്ചെങ്ങാണ്ടായി. ഇനിയിപ്പം നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ നമുക്കിനിയിപ്പം മേടിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഇതുവരെ നമ്മുടെ ചാനലിൽ വീഡിയോ, അതായത് അക്വേറിയത്തിൽ പോയി ഷോപ്പ് ചെയ്യുന്ന വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ അത് എടുത്തിട്ടില്ല. ഈ മീൻ എടുക്കാൻ പോയപ്പോഴും നമ്മൾ എടുക്കാമെന്ന് ഓർത്താണ്. പക്ഷെ അന്ന് നമ്മൾ കൂടെ പോയ ചേട്ടായുടെ ഫോണിൽ ചാർജ് കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീഡിയോസ് എടുത്തില്ല. അല്ലെങ്കിൽ നമ്മൾ എടുക്കാമെന്ന് ഓർത്തിരുന്നായിരുന്നു. ഇഷ്ടംപോലെ മീനും ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുക്കാമെന്ന് ഓർത്തിരുന്നതാണ്. ഇനിയിപ്പം നമുക്ക് അടുത്തുള്ള ഡ്രീം നമുക്ക് ഇവിടെ ഈ ഒരു ടാങ്ക് പൊളിച്ച് കഴിയുമ്പോഴത്തേക്ക് സ്ഥലം വെറുതെ കിടക്കുവാണ്. അപ്പോൾ സ്ഥലം വെറുതെ കിടക്കുമ്പോഴത്തേക്ക് ഒരു ഏവിയറി ചെറിയൊരു കിളിക്കൂട് ഇവിടം തൊട്ട് അവിടം വരെയൊക്കെ ഉള്ളൊരു കിളിക്കൂട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. അല്ല നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നതാണ്. ഇവിടെ പുറകിൽ ഇപ്പം ഇവിടെ ഏലം നിൽക്കുവാണ്. ഏലം മാറ്റി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 2 ഏലവും 2 വാഴയും നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. തൽക്കാലത്തേക്ക് ഇപ്പം നമ്മൾ കിളിക്കൂടി ചെയ്യുന്നില്ല. ഇത് കുറച്ച് 2 വർഷം അല്ല 2 വർഷം 1 വർഷം കൂടെ കഴിഞ്ഞിട്ട് അടുത്ത വർഷമാണ് നമ്മൾ അവിടെ കിളിക്കൂട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കിളിക്കൂട് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് രണ്ടാമത്തെ ചാനലിൽ ഇടാനായിട്ടുള്ള കറക്റ്റ് ഒരു കണ്ടന്റ് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. അവിടെയും കൂടെ ഇത്ര വലിയതായിട്ട് എടുത്തിട്ട് ആ ഒരു പ്ലാവിൻ്റെ ഒക്കെ സപ്പോർട്ടിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്കത് എന്തെന്ന് മനസ്സിലായി കാണും. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ വീഡിയോസ് വരുന്നത് കറക്റ്റ് ഈ ഒരു ദിവസങ്ങളിലായിരിക്കും. ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ആയിരിക്കും. മാറിയായിരിക്കും നമ്മൾ വീഡിയോ. ചിലപ്പം ഈ ഒരു ചാനലിൽ വീഡിയോ വരുന്ന അന്ന് തന്നെ ആ ഒരു ചാനലിലും വീഡിയോ ചിലപ്പോൾ വരും. അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് ഇനിയിപ്പം പതുക്കെ മാറ്റുവാണെങ്കിൽ നമ്മളത് പറയാൻ ചാനലിൽ. ഇപ്പം തൽക്കാലം നമ്മൾ ഈ ഒരു ചാനലിൽ ഫുൾ വീഡിയോ ഇടുന്നത് നമ്മൾ ഈ വെള്ളിയാഴ്ച ഇന്നിടുന്നില്ല. അടുത്ത ചൊവ്വാഴ്ച നമ്മൾ ഒരു വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ കിളികളെ വളർത്തുന്നത് നമുക്കൊരു പക്ഷെ ഇതിൻ്റെ അകത്ത് പറ്റിയാൽ ഇതിൻ്റെ അകത്ത് എലിയുണ്ട്, പാമ്പൊക്കെ ചിലപ്പോൾ കാണും, അറിയത്തില്ല. പാമ്പുണ്ടോ ഇല്ലെന്ന്. പക്ഷെ ഇന്നാണ് നമ്മൾ വൃത്തിയാക്കിയ സമയത്ത് ഒരു പാമ്പിനെ കൊന്നാണ് കേട്ടോ. ഒരു അത്യാവശ്യം സൈസുള്ള ഒരു പാമ്പിനെ നമ്മൾ കൊന്നായിരുന്നു. അതുപോലെ തന്നെ ഒരു സംഭവം പൊളിച്ചപ്പോൾ ഒരു പാമ്പിനെ കണ്ടു, അതിനെ നമ്മൾ കൊന്നു. അത് ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാമ്പായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ കൊന്നു. അപ്പോൾ അവിടെ സംഭവം അപ്പം ഇവിടെയായിരുന്നു സംഭവം നമ്മളെ പണ്ടത്തെ ആ ഒരു ഷെഡ് ഇരുന്നത്. അപ്പം ഇപ്പം നമ്മളവിടെ പൊളിച്ച് ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുവാണ്. വീഡിയോ ചെറുതായിട്ട് മിസ്റ്റേക്കായി. അപ്പം ഇവിടെ നമ്മൾ പൊളിച്ച് മൊത്തം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിരിക്കുവാണ്. അപ്പം ഈ ഒരു 2 മതിൽ മാത്രമേ ഇവിടെയുള്ളൂ. ഇവിടെ മതിലുണ്ടായിരുന്നു, നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ടാങ്ക് ഉണ്ടാക്കാമെന്ന് ഓർത്തത്. പക്ഷേ ഇപ്പം എന്താ പ്ലാവേലൊക്കെ ചക്കയുണ്ടായി. ഇത് നമുക്ക് ഒത്തിരി ഹൈറ്റിൽ പോകുമ്പോഴത്തേക്ക് ഇത് പറിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പഴുത്ത് വീണ് ചിലപ്പോൾ നമ്മൾ ടാങ്കിലോട്ടൊക്കെ വീഴുന്ന കാരണം നമ്മൾ ടാങ്കിൽ പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു റിസ്ക് എടുക്കുന്നില്ല. അപ്പം നമ്മളതുകൊണ്ട് തൽക്കാലത്തേക്ക് അവിടെ ടാങ്ക് ഒന്നും പണിയുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഏത് മീൻ നമ്മൾ മേടിക്കണമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പറ. അപ്പം അതനുസരിച്ച് നമ്മുടെ ചാനലിൽ മീൻ
മേടിക്കുന്നതാണ്. അതായത് മീനും അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ മേടിക്കുന്നതാണ്. അപ്പം നമുക്ക് കുറച്ച് ടാങ്കുകൾ കൂടെ മേടിക്കണം. അതായത് കുറച്ച് ഡ്രമ്മുകളൊക്കെ മേടിച്ച് നമുക്ക് കുറച്ച് മീനുകളെ കൂടെ ഒക്കെ വളർത്തി സെറ്റാക്കണം. അപ്പം ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ ടാങ്കുകൾ സെറ്റ് ചെയ്യാം. സ്ഥലം അത്യാവശ്യമുണ്ട്. ഈ ഒരു ടാങ്ക് പൊളിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ഉള്ളൊരു സ്ഥലം കിട്ടും. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇനിയിപ്പം അടുത്ത നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോ ഒന്നില്ലെങ്കിൽ ഈ ഒരു ടാങ്കിൻ്റെ ഒരു പുതിയ ടാങ്ക് ഉണ്ടാക്കുന്നതായിരിക്കും. അതും അല്ലെങ്കിൽ നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോ ഇടും, ഞണ്ട് പിടിക്കാൻ പോകുന്ന വീഡിയോ ഇടും എന്നൊക്കെ. അപ്പം നമ്മൾ അടുത്ത പ്രാവശ്യം 12-ാം തീയതി ഞണ്ട് പിടിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ഇനിയിപ്പം നമ്മുടെ ചാനലിൽ വരുന്നതാണ് കേട്ടോ. അപ്പം അത് കാണാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.